ജപ്പാനിലെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും താമസിക്കാൻ ആളില്ല എന്നാണ് പറയുന്നത്. ജപ്പാനിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും തൊഴിലിനും മറ്റും ആവശ്യങ്ങൾക്കുമായി നഗരങ്ങളിലേക്ക് കൂടുതലായി ചേക്കേറിയതോടെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ വളരെ ശൂന്യമായി കഴിഞ്ഞു. പല സ്ഥലത്തും ധാരാളം വീടുകൾ വിൽക്കാനിട്ടിരിക്കുന്ന വാർത്തകൾ പല സൈറ്റുകളിലും നമുക്ക് കാണാൻ കഴിയും. നഗരത്തിലേക്ക് കൂടുതലായി ചേക്കേറിയ ഗ്രാമപ്രദേശങ്ങൾ പലതും ഒറ്റപ്പെട്ടു പോവുകയാണ്. പല സ്ഥലങ്ങളിലും ജനവാസം പോലും ഇല്ലാത്തൊരവസ്ഥ ജപ്പാനിലെ പല ഗ്രാമങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ്. അതുപോലൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഗ്രാമങ്ങളും കാലക്രമത്തിൽ ചെന്നെത്തുക എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ വിദേശത്തേക്കുള്ള ചേക്കേറൽ കുടിയേറ്റം വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് പോലും വിദേശത്ത് പോകാനാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം പല സ്ഥലങ്ങളിലും കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ കിട്ടാത്ത അവസ്ഥ വളരെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും 40 മുകളിലുള്ള ചെറുപ്പക്കാരികളോ അല്ലെങ്കിൽ യുവാക്കളോ യുവതികളോ ആണ് ജോലിക്ക് കയറുന്നത്. നേരത്തെ നമ്മുടെ സ്ഥാനത്ത് 18-20 വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാരെ ധാരാളമായിട്ട് നമ്മുടെ അടുത്ത തൊഴിലിടങ്ങളിലൊക്കെ ജോലിക്ക് കിട്ടുമായിരുന്നു. ഇന്ന് അത്തരം അവസരങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് പല സ്ഥാപനങ്ങളും കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെ കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളും ചെറു ടൗണുകളും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ജോലിക്ക് ആളെ കിട്ടാനില്ല. പല സ്ഥലങ്ങളിലും വലിയ വീടുകളിൽ പ്രായമായ മാതാപിതാക്കളും അച്ഛനമ്മമാരും മാത്രമാകുന്ന ഒരവസ്ഥയിലേക്കാണ് പല ഗ്രാമപ്രദേശങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങരയും അതുപോലെ മറ്റേ മുരളി തുമ്മാരകുടിയൊക്കെ അഭിപ്രായപ്പെട്ട പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വലിയൊരു ജനവിഭാഗം ഒന്നെങ്കിൽ നഗരങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ ചേക്കേറുന്നതോടെ പല ഗ്രാമപ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാവും. പലർക്കും ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. 4-5 വീടുകൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാകും. ഈ അവസ്ഥ വരുമ്പോൾ പലരും നഗരങ്ങളിലോ മറ്റോ ചേക്കേറി ജീവിതം കഴിക്കേണ്ട ഒരു സാഹചര്യം വരും. മക്കൾ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ജോലിക്ക് പോകാൻ പലർക്കും സാധിക്കുകയില്ല. ഒന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയ മക്കൾ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ മറ്റു വലിയ ടൗണുകളിലൊക്കെ ജോലിക്ക് കയറിയിരിക്കുന്ന മക്കൾ, ബാംഗ്ലൂരൊക്കെ പോയിരിക്കുന്ന മക്കൾ, ഇവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിലൊരു ദിവസമൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. 1-2 ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെ വന്നു പോകുന്ന ഇവരുടെ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ പലരും തന്നെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. ഇവർക്ക് മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും ആ നാട്ടിലേക്ക് വരാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദുസ്സഹമായ സാഹചര്യമാണ്. ജപ്പാനിലെ പോലൊരു വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിലും ഉണ്ടാകുമെന്നതിനുള്ള സൂചനയാണ് ഇത് നൽകുന്നത്.